നീതിബോധം എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ നിർവചിക്കപ്പെടുന്നതാണ് എന്ന് പിൽക്കാലത്ത് അബദ്ധമായിട്ട് അവർ പിന്നീട് അത് തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഫ്രാൻസിലെ ഒന്ന് രണ്ട് എക്സാമ്പിൾ മാത്രം പറയുകയാണ്. ഫ്രാൻസിൽ ഇൻസെസ്റ്റ് സെക്സിലോ രക്തബന്ധമുള്ള സഹോദരങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അത് അനുവദിച്ച ഒരു രാജ്യമാണ് ഈ ലിബറലിസത്തിന്റെ പേരിൽ. പക്ഷെ പിന്നീട് അവരെന്താ ചെയ്തത്? പിന്നീട് അതിനെ നിരോധിക്കുക ചെയ്തത്. അതിനെ നിരോധിക്കാനുള്ള കാരണം എന്താ? അതിനെ നിരോധിക്കാനുള്ള കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസങ്ങൾ മുഴുവൻ അവര്, ആ ദുരന്തങ്ങൾ മുഴുവൻ അവര് അനുഭവിച്ചു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമുക്ക് കാണാം, ഈ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള കുറെ രാജ്യങ്ങളുണ്ട്. ചൈനയെ പോലെ, റഷ്യയെ പോലെ, കൊറിയയെ പോലെയുള്ള രാജ്യങ്ങൾ. അവരൊക്കെ കുടുംബാസൂത്രണം കൊണ്ടുവന്നു ഒരു പോപ്പുലേഷനിൽ കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട്. ഒരു വീട്ടിൽ ഒരു കുട്ടി എന്നുള്ളത്, അങ്ങനെ എല്ലാവരും അത് പിൻപറ്റാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അത് പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. ആ നാട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ലൈംഗികമായിട്ട് ഒരു കുടുംബ വ്യവസ്ഥയോട് കൂടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ ഇണ ചേർന്ന വിഷയങ്ങളിലൊക്കെ ഇല്ലാതെയായി അരാജകത്വം അവിടെയൊക്കെ വർദ്ധിച്ച അവസ്ഥയിൽ രണ്ട് കുട്ടിക്കുള്ള അനുവാദം നൽകി. എന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പോംവഴിയില്ലാത്ത സാഹചര്യത്തിൽ ഈ അടുത്ത കാലത്ത് പല ഭരണാധികാരികളും എൻ്റെ സ്ത്രീകളെ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്നത് നമ്മൾ കേട്ടു. നിങ്ങൾ പ്രസവിക്കുവീൻ എന്നാണ് സ്ത്രീകളോട് ആവശ്യപ്പെടുന്നത്. കൂടുതൽ പ്രസവിക്കുവീൻ. ഗവൺമെന്റ് എന്ത് നൽകാം? നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകാം, നിങ്ങൾ കൂടുതൽ പ്രസവിക്കണമെന്ന്. സഹോദരങ്ങളെ, അവര് പ്രകൃതിയിൽ ഇടപെട്ടു, അതിന്റെ ദുരന്തം അവർ അനുഭവിച്ചു. അതിന്റെ ഭാഗമായി കൊണ്ട് വലിയ ഒരു പരീക്ഷണങ്ങൾക്ക് അവർ വിധേയമായി. സഹോദരങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ എത്ര കൃത്യമായി കൊണ്ട് ഈ ലോകത്തെ അറിയുന്ന നമ്മയെല്ലാം സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു, അല്ലേ? ആ പഠിപ്പിച്ചു തന്നത് ഒരു അഹങ്കാരവും ഇല്ലാതെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ട ഒരു ദൗത്യം. പക്ഷേ മനുഷ്യൻ അഹങ്കരിക്കുകയാണ്. എന്തിന്റെ പേരിൽ? ഈ ദുനിയാവിൽ ഹ്രസ്വമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ ഇവിടെ ജീവിക്കണം. ആ ജീവിക്കുന്നത് പരമാവധി ഉല്ലസിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം. അതിനൊരു വിലങ്ങായിക്കൊണ്ട്, ഒരു തടസ്സമായിക്കൊണ്ട് മതം പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്ന ഞങ്ങൾക്കിടയിലൊക്കെ അങ്ങനെ മതം പ്രത്യക്ഷപ്പെട്ടാൽ ഞങ്ങൾക്കുള്ള ഫീലിങ്സുകളൊക്കെ സപ്രസ്സായി പോകും. പിന്നീട് അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അതുവഴിയാണ് തിന്മകൾ ഉണ്ടാകുന്നത് എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു വിഭാഗം എത്തിപ്പെട്ടു എന്നുള്ളതാണ്. എന്തൊരു വിരോധാഭാസമാ സഹോദരങ്ങളെ! എങ്ങനെയാണ് ഇതിനെയൊക്കെ ശാസ്ത്രീയമായിട്ട് ന്യായീകരിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ ചരിത്രപരമായിട്ട് ന്യായീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ ഈ വിഷയം